കോഴി ശബ്ദിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുഗ്രഹം ചോദിക്കണം. അതേ സമയത്ത് വൈദാ സമയത്ത് നഹീഖൽ ഹിമാരി, കൈതരാഗമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലോ ഫതഅബ്ബദു ബില്ലാഹി മിനശ് ശൈത്വാൻ, പിശാചിനെ തൊട്ട് നിങ്ങൾ കാവലിനെ ചോദിക്കണം. ഫൈനഹാ റഅത്ത് ശൈത്താന, ശൈത്താനെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇബ്നു മാജയും വേറെ ആളുകളൊക്കെ ഉദ്ധരിച്ച ഹദീസാണത്. അപ്പോൾ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മകനിക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. ഒരുപാട് ഉപദേശങ്ങൾ മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ മകനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു മകനോട് പറഞ്ഞ ഉപദേശങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്. വളരെ വലിയ ഉപദേശങ്ങൾ, അർത്ഥവത്തായ, ചിന്താർഹമായ, പഠനാർഹമായ, നമുക്ക് അനുധാവനം ചെയ്യേണ്ട ഉപദേശങ്ങൾ ഒരുപാടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് ഒരു ഘട്ടവരും യാ ബുനയ്യ ലാ തതഅല്ലമിൽ ഇൽമ ലിതുബാഹിയ ബിഹി ഉലമാ, പണ്ഡിതന്മാരുടെ മുമ്പിൽ അഭിമാനം പ്രകടിപ്പിക്കാൻ വേണ്ടി മോനെ നീ ഇൽമു പഠിക്കണ്ട. ഞാനൊരു പണ്ഡിതനായി തീരണം, എനിക്കും മറ്റാളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് വിലസണം, അവരുമായിട്ട് എനിക്കൊരു നിലയിൽ എത്തണം, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഈ രൂപത്തിൽ പണ്ഡിതന്മാരുമായിട്ട് അഭിമാനം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇൽമു പഠിക്കണ്ട. തുമാരിയ ബിഹി സുഫഹാ, വിഡ്ഢികളായ ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയും ഇൽമു പഠിക്കരുത്. അല്ലെങ്കിൽ തുറാഅ ബിഹി ഫിൽ മജാലിസി, സദസ്സുകളിലേക്കൊക്കെ എത്തുമ്പോ നിന്നെ പരിഗണിക്കപ്പെടും എന്ന ഉദ്ദേശത്തോടുകൂടെ ഇൽമു പഠിക്കരുത്. ഇൽമു പഠിക്കുമ്പോ മറ്റ് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ ഇൽമു പഠിക്കരുത്. അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകളെ, മൂഢന്മാരായ ആളുകളുമായിട്ടൊന്ന് തർക്കിച്ച് വിജയിക്കാൻ അങ്ങനെയും ഇൽമു പഠിക്കരുത്, അതിനും ഇൽമു പഠിക്കരുത്. അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, വേദികളിൽ സ്ഥാനമാനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയും ഇൽമു പഠിക്കരുത്. അതെല്ലാം നാശമാണ്. വലാ തത്റുക്കിൽ ഇൽമ സഹാദത്തം ഫീഹി, ഇൽമിനെ നീ ഉപേക്ഷിക്കാൻ പാടില്ല, അതിൽ സായിദായിക്കൊണ്ട് എനിക്കതൊക്കെ മതി, അത്രയൊക്കെ പഠിച്ചാൽ മതി എനിക്ക് എന്ന നിലക്ക് ഒരിക്കലും ഇൽമു പഠിക്കലിനെ നീ ഉപേക്ഷിക്കാൻ പാടില്ല. വറഗ്ബത്തൻ ഫിൽ ജഹാലത്തി, അറിവില്ലായ്മയിൽ, വിഡ്ഢിത്തരത്തിൽ ആഗ്രഹിച്ചതിന് വേണ്ടി ഇങ്ങനെ അറിവില്ലാത്ത ആളായി നീങ്ങിയാൽ മതി, അങ്ങനെയും നീ ഇൽമിനെ ഉപേക്ഷിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറ്റൊരു ഉപദേശം യാ ബുനയ്യ ഇഖ്തറിൽ മജാലിസ് അലാ ഐനിക, എല്ലാ സദസ്സുകളെയും വേദികളെയും നീ തെരഞ്ഞെടുക്കണം നല്ല ബോധത്തോടുകൂടെ, ബോധപൂർവം. ഏത് സദസ്സിലേക്ക് നീ കയറി ചെല്ലുകയാണെങ്കിലും എവിടെങ്കിലൊക്കെ പോയിരിക്കുക, അവർ പറയുന്നതിങ്ങനെ കേൾക്കുക എന്ന അവസ്ഥ മാറി നീ സംബന്ധിക്കുന്ന സദസ്സിനെ കുറിച്ചൊരു ബോധം നിനക്കുണ്ടാവണം. ഫൈൻ റായിത ഖൗമൻ യദ്കൂറുനല്ലാഹ ഫജ്ലിസ് ഇലൈഹിം, അല്ലാഹു തആലാനെ സ്മരിക്കുന്ന, അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുന്ന, അല്ലാഹു തആലാനെ കുറിച്ച് വർണ്ണിക്കുന്ന, അല്ലാഹു തആലാന്റെ ഉപദേശങ്ങൾ, അല്ലാഹു നൽകുന്ന ഉപദേശങ്ങൾ എടുത്തുദ്ധരിക്കുന്ന ഒരു സദസ്സിലേക്കാണ് നീ ചെല്ലുന്നതെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട, അവരെ കൂടെ ഇരിക്കണം. എന്തായിരുന്നാലും നീ ഇരിക്കാം. ഫൈന്നക ഇൻ തകു ആലിമൻ, നീ പണ്ഡിതനാണെന്ന് വെക്കുക, നീ അറിവുള്ളവനാണെങ്കിൽ യൻഫഉക ഇൽമുക, നിന്റെ ഇൽമു നിനക്ക് ഉപകാരം ചെയ്യും. വയസീദുക ഇൽമൻ, അവരുടെ വക്കൽ നിന്ന് നിനക്ക് ഒരുപാട് ഇൽമു വർദ്ധിച്ച് കിട്ടുകയും ചെയ്യും, നിനക്ക് ഇൽമിനെ അധികരിപ്പിച്ചു തരും. അതല്ല വൈല്ലം വൈൻ തക്കു മുസ്തഹിലൻ, നീ അറിവ് ആവശ്യമുള്ളവനാണെങ്കിൽ, ഇൽമു കിട്ടാൻ ആവശ്യമുള്ള ആളാണെങ്കിലോ യുഅല്ലിമൂക, അവർ നിനക്ക് പഠിപ്പിച്ചു തരും. വലഅല്ലല്ലാഹ അൻ യുതാലിയഹും ബിറഹ്മതിഹി, ഒരുപക്ഷെ അല്ലാഹു അവർക്ക് അനുഗ്രഹത്തെ അയച്ചു കൊടുത്തേക്കാം. ഫതഉമ്മക മഅഹും, നിനക്കും അവരുടെ കൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുമല്ലോ. അതേ സമയത്ത് വൈദാ റഅയ്ത ഖൗമൻ ലാ യദ്കുറൂനല്ലാഹ്,
അല്ലാഹു തആലാനെ സ്മരിക്കാത്ത ഒരു സദസ്സാണ് ഈ കണ്ടത്. ഏതെങ്കിലും ഭൗതികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ദുന്യവിയായ പ്രശ്നങ്ങളുടെ ഒരു സദസ്സാണ് നീ കണ്ടതെങ്കിൽ ഫലാ തജ്ലിസ് മഅഹും, അവരുടെ കൂടെ ഇരിക്കരുത്. എന്താ കാരണം? ഫഇന്നക ഇൻ തകുൻ ആലിമൻ ലാ യൻഫഉഹും ഇൽമുക. അവിടെ രാഷ്ട്രീയ സമ്മേളനം നടക്കുകയാണ്, അല്ലെങ്കിൽ ഭൗതികമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആലിമായ നീ ചെന്നാൽ നീ അവിടെ എത്ര ഇൽമു പറഞ്ഞിട്ടും കാര്യമില്ല, ആളുകൾ അത് ശ്രദ്ധിക്കൂല, അവർക്ക് നിന്റെ ഇൽമു ഉപകാരപ്പെടുകയില്ല. വൈന്തക്കു ജാഹിലൻ യസീദൂക ജഹ്ലൻ. നീ അറിവില്ലാത്തവനാണെങ്കിൽ ആ സദസ്സിൽ ഇരുന്ന് പോരുമ്പോഴേക്ക് ജഹ്ലിന്റെ ഒരു വലിയ ഭാണ്ഡം തന്നെ നിന്റെ ചുമലിൽ അവർ അർപ്പിച്ചു തരും. പൊട്ടത്തരോ മണ്ടത്തരോ ആയിരിക്കും അവിടുന്ന് കിട്ടുക. ഫലഅല്ലല്ലാഹു യുതാലിഉഹും ബിഉഖൂബതിഹിം, അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലാഹു ശിക്ഷയും കൊടുത്തേക്കാം. ഫതഉമ്മക, നിന്നെയും കൂടി ഉൾപ്പെടുത്തുമല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു തആല തന്റെ മകനോട് പറഞ്ഞിട്ട്, യാ ബുനയ്യ ലാ തഅ്മുരിൻ നാസ ബിൽ ബിർരി വതൻസിയ നഫ്സക. മോനെ, നീ ജനങ്ങളോട് ഉപദേശിക്കാൻ പാടില്ല നിന്റെ സ്വന്തം ശരീരത്തിനെ മറന്നുകൊണ്ട്. അതൊക്കെ ലോകർക്ക് വേണ്ടിയല്ലേ. നല്ല ഉപദേശങ്ങൾ നൽകുമ്പോൾ ആദ്യം അത് പാലിക്കേണ്ടത് അവനാണ്. ഫയകൂനു മസലുക മിസല സിറാജ്. അപ്പൊ നിന്റെ ഉദാഹരണം എന്തായിരിക്കുന്നത്? ഒരു മെഴുകുതിയെ പോലത്തെ ഒരു വിളക്കിന്റെ ഉദാഹരണമാവും. യുളീഉ ലിന്നാസി വയുഹർരിഖു നഫ്സഹു. അത് മറ്റാളുകൾക്ക് പ്രകാശം കൊടുക്കുന്നുണ്ട്, പക്ഷെ സ്വയം കരിഞ്ഞിങ്ങനെ പോവുക. ഈ ഒരവസ്ഥ നിനക്കുണ്ടാവും. നീ സൽക്രമങ്ങൾ ചെയ്യാതെ മറ്റാളുകൾക്ക് സൽക്രമങ്ങൾ ഉത്ബോധനം നൽകുന്നതിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും. വേറൊരു ഉപദേശത്തിൽ, യാ ബുനയ്യ ഇന്നദ്ദുന്യാ ഖലീൽ വഉംറുക ഫീഹാ ഖലീലും മിൻ ഖലീൽ വഖദ് ബഖിയ ഖലീലും മിൻ ഖലീൽ. ദുന്യാവ് വളരെ ശുഷ്കമാണ്, കുറഞ്ഞ സമയമല്ലേ ദുന്യാവുള്ളൂ. അവിടെ നീ താമസിക്കുമ്പോ ആ കുറഞ്ഞ ദുന്യാവിൽ നിന്നുള്ള കുറഞ്ഞ സമയം മാത്രമേ നിനക്ക് എന്തുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. നിന്റെ ആയുസ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഉപദേശം നീണ്ടുപോവുകയാണ്. വേറൊരു ഘട്ടത്തിൽ പറഞ്ഞു, യാ ബുനയ്യലിൽ ഹാസിദി തലാസ അലാമാത്തി. മോനെ, ലിൽ ഹാസിദി തലാസു അലാമാത്തി. അസൂയക്കാർക്ക് 3 അടയാളങ്ങളുണ്ട്. അയാൾ അസൂയുള്ള ആളാണോ എന്നറിയാൻ സ്വയം ആത്മപരിശോധന നടത്താൻ പറ്റും. ഒന്നാമത്തെ എന്താണ്? യഗ്താബു സാഹിബഹു ഇദാ ഗാബ. ഒരാളെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല സംസാരമൊക്കെ നടത്തി അവനോട് നല്ല നിനക്കൊക്കെ പറഞ്ഞ് അവനോട് പോയി കഴിഞ്ഞാൽ അവനെ പറ്റി എന്തെങ്കിലും ഒരു ഗീബത്ത്, അനിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം, ആളും സാറൊക്കെ തന്നെയാണ്, പക്ഷേ ചില എന്ന് പറഞ്ഞിട്ട് അയാളാണ് മറിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്നാണ് പറയും. ഇത് അസൂയുണ്ട് എന്നതിന്റെ തെളിവാണ്. വയത്തമല്ല ഇതാ ഷഹിദ. അവൻ വരുന്ന സമയത്ത് നല്ല മുഖസ്തുതി നടത്തും. മറ്റേ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ കോജയെന്നൊക്കെ പറയും. വയസ്മിത് വഫീൽ ബിൽ മുസീബത്തി. അയാൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർക്ക് സന്തോഷം തോന്നും. ഈ 3 അടയാളങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാള് അസൂയക്കാരനാണ്. ഇയ്യാക്കും വൽ ഹസദ ഫൈനൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലു നാറുൽ ഹതബ എന്നാണ്. അസൂയ വെച്ച് എന്ത് ഇബാദത്ത് ചെയ്താലും അല്ലാഹു തആല നശിപ്പിച്ചു കളയും. ഏതുപോലെ? തീ വിറകിനെ കരിക്കുന്നത് പോലെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ബഹുമാനപ്പെട്ടവർ നൽകി. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരുടെ ഉപദേശങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു തആല എടുത്തുകൊണ്ടുവന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് തന്നെ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പേരിട്ടത്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരുന്നു. പ്രവാചകനാണെന്ന് വരെ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രവാചകനാണെന്ന അഭിപ്രായത്തിന്
പ്രാബല്യതയില്ല. മറിച്ച് ഒരു വലിയാണ്. അത് തന്നെ ആത്മീയ മേഖലയിലെ ഏറ്റവും വലിയ ഔന്നിത്യം കരസ്ഥമാക്കിയ, അതിന്റെ പാരമ്യതയിലെത്തിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. സകല സമയത്തും ബഹുമാനപ്പെട്ടവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചും അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തും രാവും പകലുമില്ലാതെ സമയം ചെലവഴിക്കുകയാണ്. ഭാര്യ ആമിന എന്നാണ് അവരുടെ പേര്. അബിശീനിയയിലെ നോർദ എന്ന നദിക്കരയിലാണ് ബഹുമാനപ്പെട്ടവർ താമസിക്കുന്നത്. എത്യോപ്യയിലെ, ആഫ്രിക്കൻ കൺട്രിയായ എത്യോപ്യയിലെ അബിശീനിയയിലെ നോർദ നദിക്കരയിലാണ് ബഹുമാനപ്പെട്ടവർ താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ആമിന. വലിയ തത്വജ്ഞാനിയാണ് ഭർത്താവ് ലുഖ്മാൻ ഹക്കീം തങ്ങൾ എന്ന് മഹദിക്കും അറിയാം. പല ആളുകളും തന്നോട് ഉപദേശങ്ങൾ തേടാൻ വേണ്ടി വരാറുണ്ട്. എല്ലാവർക്കും മിതമായ നല്ല ഉപദേശങ്ങൾ നൽകി അവരെ തിരിച്ചയക്കുകയും ചെയ്യാറുണ്ട്. ഇത് കണ്ട ബഹുമാനപ്പെട്ട ആമിന ഒരു പ്രാവശ്യം ഭർത്താവ് ലുഖ്മാൻ തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത് എന്തിനാ? നിങ്ങളൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. എന്റെ ജീവിതത്തിൽ നിങ്ങളോട് കൂടിയതിന്റെ ശേഷം ഒരു തെറ്റ് ഞാൻ നിങ്ങളെ വെക്കെന്ന് കണ്ടിട്ടില്ല. പിന്നെ ഈ രാവിലും പകലുമില്ലാതെ ഇബാദത്ത് ചെയ്ത് പട്ടിണിയും പരിവട്ടവുമായി എന്തിന് ജീവിക്കണം? നിങ്ങൾ ഈ നാട്ടിലെ പ്രശസ്തനാണ്. ആളുകൾ വളരെ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്ന ആളാണ്. ആളുകളുമായൊക്കെ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനം ഇനിയും കൂടുതലേ ചെയ്യുള്ളൂ. ഈ ഒറ്റപ്പെട്ട ഏകാന്താവസ്ഥയിലുള്ള ഈ ധ്യാനനിരതമായ അവസ്ഥ എന്തിനാണ്? ഉപേക്ഷിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം മറുപടി ഒന്നും പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ടവര് ഒരു ദിവസം ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ നല്ല ഭക്ഷണം തയ്യാറാക്കണം. സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തു. ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ ഭാര്യ ആമിന നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാർ ചെയ്തു. ലുഖ്മാൻ തങ്ങൾ തന്നെ ഒരു വലിയ പാത്രം എടുത്തതിൽ നിറച്ച് ആ ഭക്ഷണം പരിപൂർണാക്കി ആ പാത്രത്തിൽ നിറച്ചു. എന്നിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നോർദ നദിയുടെ മറുഭാഗത്ത് ആ കാട്ടില് ഒരു മരത്തിന്റെ ചുവട്ടില് ഒരാളിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കണം. ഈ പെണ്ണ് ചോദിച്ചു, ആമിന ചോദിച്ചു, ഞാൻ തനിച്ചോ? നീ തനിച്ചാ കൊണ്ടുപോകണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല, അക്കാര്യം ഞാൻ ഏറ്റു, പേടിക്കണ്ട, നീ പോയിക്കോ. അവരാ പാത്രം എടുത്ത്, ആ വലിയ ഭക്ഷണപാത്രം എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോ പറഞ്ഞു, നീ നദിക്കരയിലെത്തിയാലേ അവിടെ തോണിയും വെള്ളമൊന്നും ഉണ്ടാവില്ല. തോണിണ്ട്, പക്ഷെ മറുഭാഗത്താ ഉണ്ടാവുക. ലുഖ്മാൻ ഹക്കീം വീട്ടിലിരുന്നു കൊണ്ട് അതൊക്കെ പറയുന്നത്. നീ അവിടെ ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സുഖം ആസ്വദിക്കാത്ത ലുഖ്മാൻ പറയുന്നു, ആ തോണി ഇങ്ങോട്ട് വരണമെന്ന്. ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീമിന്റെ ഭാര്യ ഇങ്ങനെ നോക്കി, എന്തായി പറയണത്? നിങ്ങൾ വലിയ മഹാനാണ്, തത്വജ്ഞാനിയാണ് എന്നൊക്കെ ലോകം പറയുന്നത്, ഇത്ര വലിയൊരു നുണ? കാരണം ഭാര്യക്കാണല്ലോ അത് ഏറ്റവും കൂടുതൽ അറിയാം. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സുഖം ആസ്വദിക്കാത്ത ലുഖ്മാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇയാൾ ചെയ്യല്? എന്താ ഈ പറയണത്? വെട്ടിത്തരല്ലേ ഈ പറയണത്? കള്ളതല്ലേ ഈ പറയണത്? പക്ഷെ ഒന്നും ചോദിച്ചില്ല, ഒന്ന് ചിരിച്ചു. ബഹുമാനപ്പെട്ട ലുഖ്മാൻ തങ്ങൾ പറഞ്ഞ പോലെ ആ നദിക്കരയിൽ ചെന്ന് നോക്കുമ്പോ തോണി കാണില്ല. ലുഖ്മാൻ ഹക്കീം പറഞ്ഞു കൊടുത്ത അതേ വാക്കുകൾ ഉച്ചരിച്ചു ആ പെണ്ണ്. അത്ഭുതം, മറുഭാഗത്തുണ്ടായിരുന്ന തോണി സ്വമേധയാ അങ്ങോട്ട് ഓടി വരികയാണ്. ലുഖ്മാൻ ഹക്കീമിന്റെ ഭാര്യ അതിൽ കയറി, ആമിന കയറി. ആരും തുഴക്കാരും അത് മറുകരയിലേക്കെത്തി. മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങളുടെ ഭാര്യ ആമിന ഭക്ഷണപാത്രവും എടുത്തുകൊണ്ട്
പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നല്ലൊരു ചെറുപ്പക്കാരനിരിക്കുന്നു. താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. ഭൗതികമായൊരു ചിന്തയുമില്ലാതെ കണ്ണടച്ചിരുന്ന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ സ്ത്രീ അവിടെ അരികിലേക്ക് ചെന്നു. അദ്ദേഹം കണ്ണു തുറന്നു. ആ ആമിനയല്ലേ, ലുക്മാനിലക്കും കൊടുത്തയച്ച ഭക്ഷണം കൊണ്ട് കൊണ്ടാ. ഈ പെണ്ണ് അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ അറിഞ്ഞു ഇദ്ദേഹം? ലുക്മാൻ ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഏതായിരുന്നാലും ഭക്ഷണം കൊടുത്തു. അദ്ദേഹം ബിസ്മി ചൊല്ലി ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു. ആ പാത്രം കാലിയാക്കി കൊടുത്തു. ഏമ്പക്കം വിട്ടു. എന്നിട്ട് ആ പാത്രം തിരികെ കൊടുത്തു. ഓക്കെ, എന്നാ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ നദിക്കരയിലെത്തിയാൽ നിങ്ങൾക്കാണ്ട് തിരിച്ചു പോകണമല്ലോ. അവിടെ തോണിയും വെള്ളമൊന്നും ഉണ്ടാവില്ല. മറുഭാഗത്താണ് തോണി ഉണ്ടാവുക. അപ്പൊ ആയതുകൊണ്ട് നിങ്ങളിങ്ങനെ വിളിച്ചു പറയണം. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി. എന്ത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത ഈ ഫക്കീർ പറയുന്നു എനിക്ക് ആ തോണി തരണം എന്ന്. പെണ്ണുങ്ങളെ നോക്കി എന്തായി പറയണത്? ആ പെണ്ണ് കൊണ്ടുപോയി കൊടുത്ത, ആമിനെ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ച് ഏമ്പക്കം വിട്ടിട്ട്, വയറ് നിറഞ്ഞ് ഏമ്പക്കം വിട്ടിട്ടാണ് മൂപ്പര് പറയണത് എന്ത്? ഭക്ഷണത്തിന്റെ രുചി എന്താ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹുവിന്റെ ഭാര്യ ആമിന ചെന്ന് എന്നിട്ട് ഇതേപോലെ പറഞ്ഞു. പറഞ്ഞപ്പോ തോണി വന്നു, തിരിച്ചു പോയി. മാഷാ അല്ലാ. അവിടെ ചെന്നിട്ട് ചോദിച്ചു, അല്ല ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തു, പക്ഷെ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. നിങ്ങൾ എന്തായി പറയണത്? അയാൾ എന്ത് കള്ളത്തരാ എന്നോട് പറഞ്ഞത്? നിങ്ങളെന്ത് കള്ളത്തരാ പറഞ്ഞത്? ജീവിതത്തിൽ ഇന്നേ വരെ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ സുഖം ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങളും ഞാനും കൂടിയല്ല ജീവിക്കാറുള്ളത്. അദ്ദേഹത്തിന് ഭക്ഷണം ഫുള്ളായിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്ത ആൾ തിന്നു കഴിഞ്ഞതിന് ശേഷം ഭക്ഷണത്തിന്റെ രുചി അറിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കപ്പെടുക? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, ഞാൻ പിന്നെ പറഞ്ഞുതരാം, അപ്പൊ ഞാൻ തിരക്കിലാണ്. ഓക്കെ. ആ പെണ്ണ് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. പല ഘട്ടങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദിവസം അടുത്ത വീട്ടിൽ അവിടെ വലിയൊരു കല്യാണം നടക്കുകയാണ്. ഒരു മുതലാളിയുടെ കല്യാണം, വേണ്ടപ്പെട്ടൊരു മുതലാളിയുടെ കല്യാണമാണ്. ലുക്മാൻ തങ്ങളെയും വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന്. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കപ്പെട്ട കല്യാണത്തിലേക്ക് ലുക്മാൻ ഹക്കീം തങ്ങൾക്ക് ക്ഷണം വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കല്യാണമാണ്, വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാകുന്ന കല്യാണമാണ്, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കല്യാണത്തിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റൂല, നീ പോകണം എനിക്ക് പകരമായിട്ട്. ഞാനോ? ഒരു പെണ്ണല്ലേ, അത് സാരല്ല, എനിക്കൊന്നും സംഭവിക്കൂല, അക്കാര്യം ഞാൻ ഏറ്റു. പോകുന്ന സമയത്തോടെ വരണം, നല്ല വസ്ത്രമൊക്കെ ധരിച്ചോ, കല്യാണത്തിന് പോകുകയല്ലേ. ഓക്കെ. ബഹുമാനപ്പെട്ട മഹദി അങ്ങനെ ഒക്കെ തയ്യാറായി വന്നു. സ്ത്രീകൾ കൂടുന്ന സ്ഥലത്തേക്കാ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഭർത്താവിന്റെ അരികിൽ വന്നു ലുക്മാൻ റളിയല്ലാഹു തആല തങ്ങള് ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു. ഒരു തിരിയിട്ടൊരു വിളക്ക്, എണ്ണ വിളക്ക്. ഇതിന് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നീ സൂക്ഷിക്കണം, ഈ വിളക്ക് നീ സൂക്ഷിക്കണം, ഇതൊരിക്കലും കെട്ടുപോകരുത്. എത്ര തിരക്കും തിക്കുമാണെങ്കിലും നിന്റെ ശ്രദ്ധ ഈ വിളക്കിലായിരുന്നു. കാരണം കെട്ടുപോയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട, എന്നിനെ തലാഖില്ലിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ആ പെണ്ണാകെ ബേജാറായില്ലേ. ഏതായിരുന്നാലും ചുരുക്കി പറയാ, കല്യാണത്തിന് പോയി ആ പെണ്ണ് തിരിച്ചു വന്നപ്പോ കയ്യിൽ വിളക്ക് മിഞ്ഞു കത്തുന്നുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ ആ വിളക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വിളക്ക് ഞാൻ വളരെ സൂക്ഷിച്ചു, തീരെ കെട്ടിട്ടില്ല, അൽഹംദുലില്ലാഹ്, എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, അള്ളാഹു വലിയ അനുഗ്രഹമാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അള്ളാഹു തആലക്ക് നന്ദി പ്രകടിപ്പിച്ചപ്പോൾ ലുക്മാൻ തങ്ങൾ ചോദിച്ചു, അല്ല എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ആളൊക്കെ നല്ലോണം ഉണ്ടോ?
അവര് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. നീ കല്യാണത്തിനല്ല പോയത്? അതെ. എന്നിട്ട് എന്റെ ശ്രദ്ധ മുഴുവൻ ഈ വിളക്കിലല്ലേ, എനിക്ക് ആൾക്കാരെത്താണ്ട് നോക്കണ പണിയാ. ഇത് കെട്ടുപോയാ പിന്നെ ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചില്ലേ? ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? അതും മറുപടി അത് തന്നെ. ബിരിയാണിനെ കണ്ടില്ലേ? കണ്ടു. സംസാരിച്ചില്ലേ? സംസാരിച്ചു. എങ്ങനെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ആഭരണങ്ങളൊക്കെ എത്ര ഉണ്ട്? എനിക്കറിയില്ല, ഒന്നും ഓർമ്മയില്ല. ഭക്ഷണം നല്ല രുചികരായിരുന്നോ? എനിക്കറിയില്ല. ഒന്നും അവർക്കറിയില്ല. മാലാഖയും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ആമിന, ഞാൻ നേരത്തെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സുഖം അറിയാത്ത ആളാണെന്നും ആ മഹാനായ ആ ഫക്കീർ ഭക്ഷണത്തിന്റെ രുചി അറിയാത്ത ആളാണെന്നും പറയാനുള്ള കാരണം ഞങ്ങളുടെ ഹൃദയത്തിൽ, എന്റെയും അദ്ദേഹത്തിന്റെയൊക്കെ ഹൃദയത്തിൽ ഈമാനികമായ അല്ലാഹു തആലയുമായുള്ള തഖർറുബിന്റെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയിൽ വേറെ എന്തിവിടെ സംഭവിച്ചാലും ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതാ അത് നിനക്കിപ്പോ മനസ്സിലായല്ലോ. ഏതാൾക്കൂട്ടത്തിലാണെങ്കിലും തനിയേയിരിക്കും. മാനപ്പെട്ട മഹാൻ തന്റെ ഭാര്യക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഉദാഹരണ സഹിതം. അല്ലാഹു തആലയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ രണ്ട് ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു തആല തങ്ങളുടെ ദർജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ലോകത്തെ ഏറ്റവും വലിയ തത്വജ്ഞാനിയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു തആല. എത്രയോ രോഗികൾക്ക് ഓപ്പറേഷൻ വരെ, മരുന്ന് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത്, തല വരെ ഓപ്പറേഷൻ ചെയ്ത ചരിത്രങ്ങളുണ്ട്. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് ഈ ലോകത്ത് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ COVID-19 ഈ കടുംപിടുത്തത്തിൽ നിന്ന് അല്ലാഹു നമ്മയും ഈ ലോകത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമാണ്. ഈ മാസത്തിൽ ഹബീബിനോടുള്ള സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.